മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പരീക്ഷാക്കാലമൊക്കെയാണ്, നമ്മൾ പരീക്ഷാ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ തേടി നടക്കുന്ന ഒരു സമയമാണ് അല്ലേ. ശ്രുതി ടീച്ചറാണ്. എല്ലാവർക്കും സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പരീക്ഷയെ വളരെ 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 അനായാസമായിട്ട് ചിരിച്ചുകൊണ്ട് നേരിടണം. അതിന് നമുക്ക് ചില പരീക്ഷാ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടണം അല്ലേ. വളരെ വളരെ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു പരീക്ഷാ ചോദ്യമാണ് വർണ്ണന തയ്യാറാക്കാം എന്നുള്ളത്. വർണ്ണന തയ്യാറാക്കാം. നമ്മൾ നോക്കുക. നിറനെന്മണിയാൽ സ്വർണ്ണപ്പാടം ഇളം വെയിലേറ്റു തിളങ്ങുന്നു, പല നിറമോലും കിളികൾ പാടും പാട്ടുകൾ നീളമുഴങ്ങുന്നു, വയൽ വർണ്ണനയുടെ വരികൾ കവിതയിൽ വായിച്ചല്ലോ. ഒരു വയലിൻ്റെ മനോഹരമായ ഒരു വർണ്ണനയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നിങ്ങളോട് പറയാണ്, നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും വയലിൻ്റെ മനോഹരമായ ഒരു ദൃശ്യം ഒന്ന് വർണ്ണിച്ചെഴുതണമെന്ന്. ഒരു വയലിൻ്റെ വർണ്ണനയെ നിങ്ങൾക്ക് അത്രമേൽ ഭംഗിയാക്കി എഴുതാൻ കഴിയില്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് ഒരു വയൽ വർണ്ണന നമുക്ക് എഴുതാം. ഏതാണ് നിങ്ങൾ കണ്ട ഒരു വയലിൻ്റെ വർണ്ണന? വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ വിവരിക്കുകയല്ല, അതിനെ ഒന്ന് വർണ്ണിക്കണം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത് വായിക്കുമ്പോൾ തന്നെ കണ്ടൊരു ഫീല് നമുക്ക് വരണം കേട്ടോ. അങ്ങനെയാണ് വർണ്ണന തയ്യാറാക്കുക എന്ന് പറയുന്നത്. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ലൈവ് ക്ലാസ്സുകളൊക്കെ അതിൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ ടീച്ചർ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തന്നൂടെ? ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്കൊക്കെ തരാം കേട്ടോ. ഇനി ഇതാ വയലിൻ്റെ വർണ്ണന എല്ലാവരും എല്ലാ ക്ലാസ്സിലേക്കും ആവശ്യമുള്ളൊരു ഇതാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാനിപ്പം ഇത് പഠിച്ചിട്ട് എന്താ എല്ലാ ക്ലാസ്സിലോട്ടും ഈ വർണ്ണന ആവശ്യം വരും. വിവരണമല്ല, വർണ്ണന. അതുകൊണ്ട് ഇളം കാറ്റിൽ തിരകൾ പോലെ പൊങ്ങിയമരുന്ന നെൽച്ചെടികൾ, അവയോരോന്നും വെയിൽ നാളങ്ങളേറ്റ് വർണ്ണമാകുന്ന കണ്ണിൻ്റെ കുളിർമ, ഇളം കാറ്റിൽ തലയുയർത്തി നിൽക്കുന്ന നെൽക്കതിരുകൾ, കതിർക്കൊത്താൻ പാറിപ്പറന്നെത്തുന്ന പച്ചപ്പനം തത്തകൾ. പച്ചപ്പനം തത്തകൾ എന്ത് ചെയ്യുന്നു? തെങ്ങോലകളിൽ ഊഞ്ഞാലാടുന്നു അല്ലേ. ഒന്നുമില്ല, സാധാരണ നല്ല വയലാണ്, ആ വയലിൽ നെല്ലുണ്ട്, അതിൻ്റെ സ്വർണ്ണവർണ്ണം അല്ലേ ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ നെൽക്കതിർ കൊത്താൻ പച്ചക്കിളികൾ വരുന്നുണ്ട്. അതിനെയാണ് ഇങ്ങനെ ഭംഗിയാക്കി നമ്മൾ പറയുന്നത്. വർണ്ണക്കുടകൾ വിടർത്തിയ പോലെ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ പൂവുകൾ, വർണ്ണക്കുടകൾ വിടർത്തിയ പോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ പൂവുകൾ. അങ്ങ് അകലെ ഉയർന്നു നിൽക്കുന്ന കുന്നുകൾക്ക് മുകളിലായി പഞ്ഞിക്കെട്ടുകൾ പോലെ നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ. അങ്ങകലെ ഉയർന്നു നിൽക്കുന്ന കുന്നുകൾക്ക് മുകളിലായി പഞ്ഞിക്കെട്ടുകൾ പോലെ നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ. അങ്ങകലെ ഉയർന്നു നിൽക്കുന്ന കുന്നുകൾക്ക് മുകളിലായി പഞ്ഞിക്കെട്ടുകൾ പോലെ നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ. അപ്പോൾ ആ മേഘത്തെക്കുറിച്ചും എല്ലാം നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. ഇതാണ് വർണ്ണന എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വർണ്ണന തയ്യാറാക്കേണ്ടത്. അപ്പോൾ ചോദ്യം വർണ്ണന ഏതിൻ്റെ വർണ്ണന തയ്യാറാക്കാൻ പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഒരു സന്ധ്യയുടെ പ്രഭാതത്തിൻ്റെ ആണെങ്കിൽ പ്രഭാത സൂര്യൻ്റെ പൊൻകിരണങ്ങളാൽ സ്വർണ്ണവർണ്ണമണിഞ്ഞ അല്ലേ ആകാശം, പിന്നെ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുന്ന ഇല അല്ലേ, ഇലച്ചാർത്തുകൾ, അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വർണ്ണന തയ്യാറാക്കാം. അപ്പോൾ എന്ത് വർണ്ണന വന്നാലും നിങ്ങൾ എന്ത് ചെയ്താ ആ ഒരു കാര്യത്തെ നമ്മൾ വർണ്ണിച്ച് അങ്ങ് മനോഹരമാക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുവരേക്കും ടാറ്റാ.